ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായിട്ടും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല, ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് നോക്കാം. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും എന്ന 5ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേഗം നോക്കി പോവാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന സൂര്യനെ കുറിച്ചാണ് അല്ലെ. സൗരയൂഥത്തിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഓക്കെ, ഒരു നക്ഷത്രമാണ് സൂര്യൻ. നമുക്കറിയാം അല്ലെ, സൂര്യൻ ഒരു നക്ഷത്രമാണെന്നുള്ളത് നമുക്കറിയാം. സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. അറിഞ്ഞു വെക്കണേ, സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ. വൻതോതിൽ താപവും ഊർജവും പുറത്തേക്ക് വിടുന്നു. ഇതിൽ പകുതി മുക്കാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ തന്നെ സംഭവങ്ങൾ കിട്ടും. സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കുക. സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നുള്ളതും നമുക്കറിയാം. വൻതോതിൽ താപവും ഊർജവും പുറത്തേക്ക് വിടുന്നു അല്ലെ. സൂര്യൻ വൻതോതിൽ താപവും ഊർജവും പുറത്തേക്ക് വിടുന്നു. ഇവിടെ കാണാതെ പഠിക്കാനുള്ളത് ഈ ഒരു പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെ ആണ് സൂര്യന്റെ സ്ഥാനം. ഓക്കെ, അപ്പൊ ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. എത്രയാണ്? 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. എത്ര? ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടി എടുക്കുന്ന സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ്. ഓക്കെ, 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്ന് ആൻസർ വരും. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോ. 8 മിനിറ്റും 20 സെക്കൻഡുമാണ് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടി എടുക്കുന്ന സമയം. എത്രയാണ്? 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് എന്ന് ആൻസർ വരും. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. അപ്പൊ സൗരയൂഥത്തിന്റെ കേന്ദ്രമാണ് സൂര്യൻ, ഒരു നക്ഷത്രമാണ് സൂര്യൻ. വൻതോതിൽ താപവും ഊർജവും പുറത്തേക്ക് വിടുന്നു. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി കിലോമീറ്റർ അകലെയാണ് സൂര്യന്റെ സ്ഥാനം. സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ടി എടുക്കുന്ന സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. ആ 8 മിനിറ്റ് 20 സെക്കൻഡ് പഠിച്ചു വെച്ചോ, ചോദ്യം വരും. ഓക്കെ, സൂര്യനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ് കേട്ടോ. ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. മെർക്കുറി അഥവാ ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ഏത്? ബുധൻ. ഓക്കെ, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹമാണ്, ഏറ്റവും ചെറുത്. ഓക്കെ, മെർക്കുറിയാണ് ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മെർക്കുറിയുടെ അയിര് നമുക്ക് പഠിക്കാണ്ടില്ലേ, സയൻസിൽ നമുക്ക് പഠിക്കാണ്ട്. മെർക്കുറിയുടെ അയിര് ഏതാണ്? സിന്നബാർ. അത് ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്കുറി എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ മെർക്കുറി സിന്നത് അല്ലേ. അപ്പൊ സിന്നബാർ, മെർക്കുറിയുടെ അയിര് ചോദ്യം വന്ന സിന്നബാർ. 2 ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ. അപ്പൊ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ അഥവാ മെർക്കുറിയാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് മെർക്കുറി. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് മെർക്കുറി അഥവാ ബുധൻ. അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹം. ഓക്കെ, അപ്പൊ അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹമാണ്, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ്, ഏറ്റവും ചെറിയ ഗ്രഹമാണ്, സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവുമാണ് ബുധൻ. എന്തൊക്കെ പഠിച്ചു? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു, എന്തില്ല? ഉപഗ്രഹങ്ങളില്ല, അന്തരീക്ഷമില്ല, ഏറ്റവും ചെറിയ ഗ്രഹം കൂടെയാണ് ബുധൻ. ഓക്കെ, അപ്പൊ ബുധൻ പഠിച്ചല്ലോ. അടുത്തത് നോക്കാം. ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാലും ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? അത് രണ്ടും ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹവും ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ശുക്രനാണ്. ശുക്രന്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. പഠിച്ചു വെച്ചോ, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഇതിന്റെ ഭ്രമണം, ശുക്രന്റെ ഭ്രമണം. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഇതിന്റെ ഭ്രമണം, ശുക്രന്റെ ഭ്രമണം. അത് പഠിച്ചു വെച്ചോ. സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹം. മനസ്സിലായല്ലോ? സൂര്യോദയം പടിഞ്ഞാറുള്ള അല്ലെ. സൂര്യോദയം
പടിഞ്ഞാറുള്ള ഏക ഗ്രഹമാണ് ഏത്? ശുക്രൻ. സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലുള്ള ഏക ഗ്രഹമാണ് ശുക്രൻ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ കിഴക്കല്ലേ, അപ്പൊ പടിഞ്ഞാറുള്ള ഏക ഗ്രഹമാണ് ശുക്രൻ. ശുക്രന്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭ്രമണം നടക്കുന്നത്, കിഴക്ക് നിന്ന് പടിഞ്ഞാറ്. സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യ അസ്തമയം കഴിഞ്ഞ ഉടനെയും ശുക്രനെ ആകാശത്ത് കാണാൻ കഴിയുന്നു. ഓക്കെ, സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യോദയം കഴിഞ്ഞ ഉടനെയും ശുക്രനെ ആകാശത്ത് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ്, ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ്. പിന്നെ ശുക്രന്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. പിന്നെ സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലുള്ള ഏക ഗ്രഹമാണ് ഏത്? ശുക്രൻ. അപ്പൊ ശുക്രന്റെ അത്രയും പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ശുക്രൻ ക്ലിയർ ആയി. ഒന്നുകൂടെ പഠിച്ചോ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം, ഏറ്റവും ചൂടുള്ള ഗ്രഹം, ശുക്രന്റെ ഭ്രമണം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. പിന്നെ സൂര്യൻ എവിടെയാണ് ഉദിക്കുന്നത്? പടിഞ്ഞാറാണ് ഉദിക്കുന്നത്. സൂര്യോദയം പടിഞ്ഞാറ് ദിശയിലുള്ള സൗരയൂഥത്തിലെ ഏക ഗ്രഹമാണ് ശുക്രൻ. സൂര്യോദയത്തിന് തൊട്ടു മുമ്പും സൂര്യ അസ്തമയം കഴിഞ്ഞ ഉടനെയും ശുക്രനെ എവിടെ കാണാൻ സാധിക്കും? ആകാശത്ത് കാണാൻ കഴിയും. അപ്പൊ ശുക്രൻ. പിന്നെ അടുത്ത പോയിന്റ്സ് നോക്കാം. ശുക്രന് ഒരു രാവും പകലും പൂർത്തിയാക്കാൻ 243 ദിവസങ്ങൾ വേണം. ഓക്കെ, ശുക്രന് ഒരു രാവും പകലും പൂർത്തിയാക്കാൻ 243 ദിവസങ്ങൾ വേണം. പരിക്രമണത്തെക്കാൾ സ്വയം ഭ്രമണത്തിന് സമയമെടുക്കുന്ന സൗരയൂഥത്തിലെ ഏക ഗ്രഹം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പരിക്രമണത്തെക്കാൾ കൂടുതൽ ഭ്രമണത്തിനാണ് എന്തിന് സമയം എടുക്കുന്നത്? ശുക്രന് സമയം എടുക്കുന്നത്. പരിക്രമണത്തിനാണ് സാധാരണ കൂടുതൽ സമയം വേണ്ടി വരിക, പക്ഷെ ശുക്രന് ഭ്രമണത്തിനാണ്, സ്വയം ഭ്രമണത്തിനാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നത്. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹം. അപ്പൊ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ്, ഏറ്റവും ചൂടുള്ള ഗ്രഹമാണ് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നു. പിന്നെ സൂര്യ അസ്തമയ സമയത്തും സൂര്യ ഉദിക്കുന്ന സമയത്തും എവിടെ കാണാൻ കഴിയും? ആകാശത്ത് കാണാൻ സാധിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. ഓക്കെ, പിന്നെ എവിടെയാണ്? പടിഞ്ഞാറാണ് സൂര്യൻ ഉദിക്കുന്നത് അല്ലെ, പടിഞ്ഞാറ് ദിശയിൽ സൂര്യൻ ഉദിക്കുന്ന ഏക ഗ്രഹം കൂടെയാണ് ഏത്? ശുക്രൻ. പിന്നെ എന്താണ്? പരിക്രമണത്തെക്കാൾ സ്വയം ഭ്രമണത്തിന് കൂടുതൽ സമയം എടുക്കുന്ന ഏക ഗ്രഹമാണ് ശുക്രൻ. അപ്പൊ ഇത്രയും പോയിന്റ്സ് പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ്? പരിക്രമണത്തെക്കാൾ കൂടുതൽ എന്തിനു വേണം? സ്വയം ഭ്രമണത്തിനാണ് എന്തിന് കൂടുതൽ സമയം എടുക്കുന്നത്? ശുക്രൻ കേട്ടോ. ഏക ഗ്രഹം ശുക്രനാണ്. പിന്നെ ശുക്രനെ ഒരു രാവും പകലും പൂർത്തിയാക്കാൻ 243 ദിവസങ്ങൾ വേണം. ഒരു രാവും പകലും പൂർത്തിയാക്കണമെങ്കിൽ എത്ര വേണം? 243 ദിവസം വേണം. ഇനി ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. നീലഗ്രഹം, ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നു. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഭൂമിയാണ്. നമ്മുടെ ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. നമുക്ക് ഗ്ലോബ് ഒക്കെ കണ്ടറിയാം, നീലഗ്രഹം എന്ന് വിളിക്കപ്പെടും. ഓക്കെ, അപ്പൊ നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. പിന്നെ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. അപ്പൊ ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാണ്. നീലഗ്രഹം, ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നു. പിന്നെ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഏത്? നമ്മുടെ ഭൂമി. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. നീലഗ്രഹം, ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഓക്കെ, അടുത്തത് ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം, ചുവന്നതിലും ചാന്നല്ല, ചുവന്നത് ച, ചൊവ്വ ച. അപ്പൊ ച വെച്ച് കണക്ട് ചെയ്യുക. ചുവന്ന ചൊവ്വ, ചുവന്ന ചൊവ്വ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ചൊവ്വയിലെ സമൃദ്ധമായ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അതിന് ചുവപ്പ് നിറം നൽകുന്നത്. ചൊവ്വയിലെ സമൃദ്ധമായ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അതിന് ചുവപ്പ് നിറം നൽകുന്നത്. ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹം, ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹം എന്താ? അതിൽ ചൊവ്വ എന്നാണ് കൊടുത്തുള്ളത്, പക്ഷെ ഭൂമിയോട് ഇത്തിരികൂടെ സാമ്യമുള്ളത് ഏതിനാണ്? ശുക്രനാണ്. ശുക്രനും ഭൂമിയോട് അത്രയും സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ശുക്രനെ ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഭൂമിയോട് ഏറ്റവും സാമ്യമുള്ള ഗ്രഹം. അപ്പൊ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചോദ്യം വരും. ഓക്കെ, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. പിന്നെ ചൊവ്വയിലെ സമൃദ്ധമായ ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. ഇത് മനസ്സിലാക്കി വെച്ചോ, സ്റ്റേറ്റ്മെന്റ് വരും. ചൊവ്വയിലെ സമൃദ്ധമായ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അതിന് ചുവപ്പ് നിറം നൽകുന്നത് എന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ചൊവ്വയിലെ സമൃദ്ധമായ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് അതിന് ചുവപ്പ് നിറം നൽകുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 12 വർഷം, ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ 12 വർഷം എടുക്കും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗാനിമീഡ്. ഗാനിമീഡ് ആണ് കേട്ടോ. ഓക്കെ, ഗാനിമീഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഏതിന്റെയാണ്? വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ്. ഗാനിമീഡ് ആണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ്? ചന്ദ്രനാണ്. ഓക്കെ, അപ്പോ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാന്ന് ചോദ്യം വരും. ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണെന്നും ചോദ്യം വരും. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡ് ആണ്. അപ്പൊ ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 12 വർഷമാണ്. 12 വർഷം. ഓക്കെ, 12 വർഷം.
12 വർഷം എടുത്തിട്ടാണ് ഒരു പരിക്രമണം വ്യാഴം പൂർത്തിയാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ശനി. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം, ജലത്തേക്കാൾ സാന്ദ്രത കുറവ്, വലയങ്ങളുള്ള ഗ്രഹം അല്ലെ, വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ ആണ്. ഓക്കെ, ടൈറ്റൻ. ഓക്കെ, അപ്പൊ അത്രയും പഠിച്ചു വെക്കുക. വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. ഇത് പഠിച്ചു വെച്ചോ, വലയങ്ങളുള്ള ഗ്രഹം. ഓക്കെ, വലയങ്ങളുള്ള ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ശനിയാണ് വലയങ്ങളുള്ള ഗ്രഹം. ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. പിന്നെ ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത്. ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ് ആണ് ശനിയുടെ വലയങ്ങൾ കണ്ടെത്തിയത്. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ടൈറ്റൻ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി യുറാനസ് ആണ് ഏറ്റവും തണുപ്പുള്ള ഗ്രഹം. ഓക്കെ, ഏറ്റവും തണുപ്പുള്ള ഗ്രഹം യുറാനസ് ആണെന്ന് പഠിച്ചു. ഇമ്പോർട്ടന്റ് ആയതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോണേ. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? യുറാനസ് ആണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ശുക്രനാണ്. രണ്ടും പഠിച്ചു വെച്ചോ. ഉരുളുന്ന ഗ്രഹം, പച്ച ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചുവന്ന ഗ്രഹം ഏതാണ്? ചൊവ്വയാണ്. ഈ നീലഗ്രഹം ഏതാണ്? നമ്മുടെ ഭൂമിയാണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഓക്കെ, പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? യുറാനസ് ആണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം ഏതാണ്? നമ്മുടെ യുറാനസ് ആണ്. ടെലിസ്കോപ്പിലൂടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹെർഷൽ ആണ് യുറാനസ് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം ഹെർഷൽ. 1781 യുറാനസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? യുറാനസ്. ഏറ്റവും തണുപ്പുള്ള ഗ്രഹം ഏതാണ്? യുറാനസ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ഏതാണ്? ശുക്രനാണ്. പിന്നെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ചൊവ്വയാണ്. ചൊവ്വ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ചുവന്ന ഗ്രഹം ചൊവ്വ, നീലഗ്രഹം നമുക്കറിയാം നമ്മുടെ ഭൂമിയാണ്. പിന്നെ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. പച്ചഗ്രഹം. ഓക്കെ, വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ് അല്ലെ, വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ഇനി യുറാനസ് കണ്ടുപിടിച്ചത് വില്യം ഹെർഷൽ ആണ്. ടെലസ്കോപ്പിലൂടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹമാണ് യുറാനസ് എന്നത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ടെലസ്കോപ്പിലൂടെ കണ്ടുപിടിക്കപ്പെട്ട ആദ്യ ഗ്രഹം ഏതാണ്? യുറാനസ് ആണ്. ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഉരുളുന്ന ഗ്രഹം, പച്ചഗ്രഹം ഇല്ലേ? യുറാനസ് ഉരുളുക. ഉറാനസ് ഉരുള് വെച്ച് കണക്ട് ചെയ്യുക. യുറാനസ് ഉരുളുക. ഞാൻ മംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ യുറാനസ് ഇങ്ങനെ UR വെച്ച് തുടങ്ങും. ഉരുളുക, അതും UR വെച്ച് തുടങ്ങും അല്ലെ? ഉരുളുക. അപ്പൊ അതിലെ UR വെച്ച് കണക്ട് ചെയ്യുക, യുറാനസും കണക്ട് ചെയ്യുക. ഉറാനസ് ഉരുളുക. ഓക്കെ, യുറാനസ്. അപ്പൊ ഉരുളുന്ന ഗ്രഹം, പച്ചഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഇനി നെപ്റ്റ്യൂൺ, അവസാനത്തെ. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത് നെപ്റ്റ്യൂണിലാണ്. സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത് എവിടെയാണ്? നെപ്റ്റ്യൂണിലാണ് സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നു നമുക്കറിയാം അല്ലെ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അവസാനമുള്ളത് നെപ്റ്റ്യൂൺ ആണ്. അപ്പൊ സൂര്യനിൽ നിന്ന് ഏറ്റവും അടുത്ത ഏതാന്ന് ചോദിച്ചാൽ മെർക്കുറി അഥവാ ബുധനാണ്. ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ നെപ്റ്റ്യൂൺ ആണ്. ഓക്കെ, പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത് ആരാണ്? ജോഹാൻ ഗാലിയാണ് നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങളുള്ള ഗ്രഹം. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങളുള്ള ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? നെപ്റ്റ്യൂൺ ആണ്. അപ്പോ സൗരയൂഥത്തിലെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉള്ളത് ഏത് ഗ്രഹത്തിലാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? നെപ്റ്റ്യൂണിലാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ നമുക്കറിയില്ലേ? ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ഏതാന്ന് ചോദിച്ചാൽ നെപ്റ്റ്യൂണും, ഏറ്റവും അടുത്ത ഏതാന്ന് ചോദിച്ചാൽ ബുധനുമാണ്. പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? നെപ്റ്റ്യൂൺ ആണ്. എന്താണ് പരിക്രമണ വേഗത? ഒന്ന് ആലോചിച്ചോ, അത്ര ദൂരല്ലേ അല്ലേ? സൂര്യനിൽ നിന്ന് അത്ര ദൂരം ഇങ്ങനെ പരിക്രമണം ചെയ്യണം. അപ്പൊ പരിക്രമണ വേഗത ഏറ്റവും കുറഞ്ഞ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഓക്കെ, നെപ്റ്റ്യൂൺ കണ്ടുപിടിച്ചത് ജോഹാൻ ഗാലി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങളുള്ള ഗ്രഹമാണ്. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, കിട്ടുമല്ലോ. അപ്പൊ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളുള്ള വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? അത് നമ്മുടെ നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെയും പറഞ്ഞു തന്നു. ശുക്രനെ പറ്റി എന്തായാലും അറിഞ്ഞിരിക്കണം അല്ലെ? ശുക്രനെ
എന്താണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹമാണ്, തിളക്കമുള്ള ഗ്രഹമാണ്. അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് അല്ലെ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന ഗ്രഹമാണ് ഏത്, ശുക്രൻ. അപ്പൊ ശുക്രനെ പറ്റി അറിഞ്ഞിരിക്കുക. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതാണ് ശുക്രൻ. ശുക്രനെ പറ്റി മാത്രമല്ല എല്ലാത്തിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു. നീലഗ്രഹം ഭൂമിയാണ്, ചുവന്ന ഗ്രഹം ചൊവ്വയാണ്, പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്, യുറാനസ് ആണ് അല്ലെ. യുറാനസ് അല്ലെ പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത്. ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാ. യുറാനസ് ഉരുളുന്ന ഗ്രഹം. യുറാനസ് ഉരുളുക എന്നുള്ളതിന് യു ആർ കണക്ട് ചെയ്തു. അതുപോലെ തന്നെ പച്ചഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ യുറാനസ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്ന് അറിയണം. നമ്മുടെ ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം. ഏറ്റവും വലിയ ഗ്രഹം ചോദിച്ചാൽ വ്യാഴമാണ്. എല്ലാതും ഓർമ്മയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. തീർച്ചയായും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കുക. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.